അത് അയാളോട് വിരോധമുണ്ടായിട്ടല്ല, നമ്മളുമായിട്ട് ബന്ധമില്ലല്ലോ. അങ്ങനെ അവസാനം പള്ളിയിലെ ഉസ്താദിനെ വിളിച്ചു. പള്ളിയിലെ ഉസ്താദിനെ ഇയാൾ ഒരു ദിവസം എന്തോ പറഞ്ഞ് പുച്ഛിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഉസ്താദ് ക്ഷമിച്ചു, കൂട്ടുകുടുംബങ്ങൾ ക്ഷമിച്ചു. ഉസ്താദ് തന്നെ നാട്ടിലുള്ള എല്ലാവർക്കും ഫോൺ ചെയ്തിട്ട് ഈ മനുഷ്യന്റെ മയ്യിത്ത് കാണാൻ വരാൻ പറഞ്ഞു. നമ്മളുടെ ഒരു ബാധ്യതയാണല്ലോ. അങ്ങനെ ഇയാൾ മരിച്ചു കഴിഞ്ഞിട്ട് ഇയാളുടെ മകൻ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു. അൽഹംദുലില്ലാഹ്, മകൻ പൊതുവായ കാര്യങ്ങൾക്ക് സഹായിക്കാൻ തുടങ്ങി, നാട്ടുകാരോട് ചിരിക്കാൻ തുടങ്ങി, നാട്ടുകാർക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഇന്ന് ആ വീട് ഞങ്ങളുടെ നാട്ടിലെ എല്ലാവരുടെയും മത്താണിയായ ഒരു വീടാണ്, എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു വീടാണ്. ആ മനുഷ്യന്റെ മകൻ ഇന്ന് ഒരുപാട് ഖൈറുകൾ ചെയ്യുന്നുണ്ടെന്ന് എന്നോടൊരു സഹോദരൻ അനുഭവം പറഞ്ഞത് ഞാൻ ഈ സന്ദർഭത്തിൽ പങ്കുവെക്കുകയാണ്. വിശാലമായ വീട് എന്ന് പറയുമ്പോ നമ്മളുടെ വീടുകളൊന്നും നമ്മൾ അഹങ്കാരത്തിന്റെ ലക്ഷണാക്കരുത്. അല്ലാഹു തആല ആദി സമുദായത്തെ അങ്ങോട്ട് തകർത്ത് കളഞ്ഞു. കാരണം എന്താ? ഒരു വലിയ ഇമാദ്, വലിയ തൂണുകൾ ഉണ്ടാക്കി. അൽഹംദുലില്ലാഹ്, നമ്മളൊക്കെ എത്ര സ്തുതിക്കണം അല്ലാഹനെ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. ആദരവായ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടുകളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അൽ ഹുജറാത്ത് എന്ന അധ്യായം നിങ്ങൾ ഖുർആനിൽ കണ്ടിട്ടില്ലേ? അൽ ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ റൂമുകൾ, മുറികൾ എന്നാണ് അതിന്റെ അർത്ഥം. അതായത് റസൂലുള്ളാഹി തങ്ങളുടെ വീടുകൾ, റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായ പള്ളിയോട് ചേർന്നുണ്ടായിരുന്ന ആയിഷ ബീവിയുടെ വീട്, മൈമൂന ബീവിയുടെ വീട്, ഹഫ്സ ബീവിയുടെ വീട്, സഫിയ ബീവിയുടെ വീട്, അങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ ഇണകളുടെ വീട്. ആ വീടുകളിൽ ഓരോന്നിലായിരുന്നു ആദരവായ റസൂലുള്ളാഹി തങ്ങൾ താമസിച്ചു കൊണ്ടിരുന്നത്. ആ വീടുകളെ കുറിച്ച് മഹാന്മാര് പറയുന്നത് ഇങ്ങനെയാണ്: ആ വീടുകൾ ചെറിയ റൂമുകളായിരുന്നു. റസൂലുള്ളാഹിന്റെ വീടുകളിൽ ഒന്ന് കൈ നന്നായിട്ട് നിവർത്തിയാൽ ചുവരുകളിൽ തട്ടുമായിരുന്നു. ഏതാനും 3-4 മുഴം വീതിയും നീളവുമേ ഉണ്ടായിരുന്നുള്ളൂ. കൈ നന്നായിട്ട് ഉയർത്തിയാൽ മേൽക്കൂരയിൽ തട്ടുമായിരുന്നു. റസൂലുള്ളാഹിന്റെ വീടുകൾ ചെറിയ വീടുകൾ, ഈന്തപ്പന ഓലകൾ മോഞ്ഞ വീടുകൾ. ആ വീടുകളിൽ ആയിഷ ബീവിയുടെ വീട്ടിൽ ചെറിയ ഒരു കട്ടിലുണ്ട്. റസൂലുള്ളാഹി തങ്ങൾക്ക് കിടക്കാൻ ചെറിയ ഒരു പായയുണ്ട്. റസൂലുള്ളാഹിക്ക് ഇരിക്കാൻ ചെറിയ ഒരു തലയിണയുണ്ട്. കൂടുതൽ ഫർണിച്ചറുകളില്ല, കൂടുതൽ സൗകര്യങ്ങളില്ല. അസ്ഹാബു റസൂലിനോട്, റസൂലുള്ളാഹിന്റെ അനുയായികളോട്, അല്ലാഹുവിന്റെ റസൂൽ എനിക്കത് വേണമെന്ന് പറഞ്ഞാൽ, എനിക്ക് നിങ്ങൾ ഇന്നത് കൊണ്ടുതരണമെന്ന് പറഞ്ഞാൽ, എനിക്ക് ഇങ്ങനെ ഒരു കൊട്ടാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ, ഇനി വേണ്ട സഹാബികളോട് വേണ്ട, അല്ലാഹുവിനോടൊന്ന് പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹിക്ക് അല്ലാഹു അത് നൽകുമല്ലോ. പക്ഷേ റസൂലുള്ളാഹി ആഗ്രഹിച്ചില്ല. ഹബീബായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അങ്ങനെയുള്ള വലിയ വീടുകളെ കൊതിച്ചില്ല. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മർവാൻ ഇബ്നു അബ്ദുൽ മലിക്കിന്റെ കാലത്ത് മദീന പള്ളി വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ താമസിച്ചിരുന്ന ഈ മുറികളെല്ലാം പൊളിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടി, നബിയുടെ അനുയായികളും മദീന നിവാസികളും ഇവിടെ ഒരുമിച്ച് കൂടി ഈ വീടുകൾ പൊളിക്കുന്നത് കണ്ടപ്പോ ഹബീബായ പ്രവാചകന്റെ ആ സുഗന്ധമേറ്റുവാങ്ങിയ, അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയായ ആ മുറികൾ പൊളിക്കുന്നത് കണ്ടപ്പോ മദീന നിവാസികൾ മുഴുവൻ പൊട്ടിക്കരഞ്ഞു പോയി. അവര് വിളിച്ചു പറയുകയാണ്, അല്ലാഹ്, ഈ റൂമുകൾ ഇവിടെ നിലനിന്നിരുന്നുവെങ്കിൽ, ഖുർആൻ പരാമർശിച്ച ഈ മുറികൾ ഇവിടെ നിലനിന്നിരുന്നുവെങ്കിൽ ഞങ്ങളുടെ പിറകെ വരുന്ന ആളുകൾക്ക് മനസ്സിലാക്കാമായിരുന്നല്ലോ, അവർക്ക് തിരിച്ചറിയാമായിരുന്നല്ലോ എങ്ങനെയാണ് ഹബീബായ നബിയുടെയും അവിടുത്തെ അനുചരൻ, അവിടുത്തെ വീടിന്റെയും അവസ്ഥ എന്ന്, അവിടുത്തെ ലാളിത്യം എന്താണ് എന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വീടുകളുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ഒരു വിഭാഗമാണ്. വാസ്തു എന്ന് കേട്ടിട്ടുണ്ടോ? വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ വീട് നിർമ്മിക്കുന്ന ശാസ്ത്രം എന്നാണ് അതിന്റെ അർത്ഥം, വാസ്തുശാസ്ത്രം. പക്ഷെ ആ ശാസ്ത്രം
ഭവനം ഉണ്ടാക്കുന്ന ശാസ്ത്രമാണെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്, അല്ലെങ്കിൽ വീടിന്റെ പ്ലാൻ എങ്ങനെ ഉണ്ടാക്കലെന്ന് പഠിക്കുകയാണ്, അത് തെറ്റായ സംഗതിയല്ല, അത് ശരിയാണ്. ഇന്ന് ഈ ശാസ്ത്രത്തിൽ ഒരുപാട് ഇസ്ലാമിൻ്റെതല്ലാത്ത ആശയങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. അത് വളരെ വിശദമായ ഒരു വിഷയമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒട്ടനേകം കാര്യങ്ങൾ, ഈ വാസ്തു എന്നത് തന്നെ ഹിന്ദു മിത്തോളജിയിലുള്ള ഒരു പിശാചിന്റെ നാമമാണ്. അങ്ങനെയാണ്. അതിവിടെ വെച്ച് പറയേണ്ടതില്ല, എന്നാലും സൂചിപ്പിക്കാമല്ലോ. അസുരന്മാരും ദേവന്മാരും തമ്മിൽ ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായി എന്നാണ്. കുട്ടികളൊക്കെ വായിച്ചിട്ടുണ്ടാകും, അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള യുദ്ധം. ഇതിൽ ആരും ജയിക്കൂല, ആരും തോൽക്കൂല. ഒടുവില് ഈ അസുരന്മാർ ദേവന്മാരെ ചില രീതിയിൽ പരാജയപ്പെടുത്തി അവസാനം ഒരു വാസ്തു എന്ന് പറഞ്ഞൊരു പിശാച് ഉണ്ടാവുകയും ആ പിശാചിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ദേവന്മാർ ശിവനെ സമീപിച്ചപ്പോ ശിവൻ വാസ്തുവിനെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തെന്നൊക്കെയാണ് അതിന്റെ ഐതിഹ്യം. വളരെ വിശദമായ കഥകളാണ്, അവരുടെ ഇടയിലുള്ള കഥകളാണ്. എന്നിട്ട് പറഞ്ഞു, ആരാണോ ഭൂമിയിൽ ഈ വാസ്തുവിനെ പ്രീതിപ്പെടുത്തുന്നത്, പൂജ ചെയ്യുന്നത്, അവര് താമസിക്കുന്ന ഇടമൊക്കെ സന്തോഷത്തിന്റെ ഇടമായി മാറും. അതുകൊണ്ടാണ് വീടുണ്ടാക്കുമ്പോ ചില ആൾക്കാർ വാസ്തുപൂജ നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് പൂജ ചെയ്യുകയാണെങ്കിലും അശ്ശിർക്കു ബില്ലാഹ്. ശ്രദ്ധിച്ചോളൂ. 1, 2, വീടുമായി ബന്ധപ്പെട്ടിട്ട് നോട്ടവും അതിന്റെ ലക്ഷണം നോക്കലും ഒക്കെ ഇസ്ലാമികമായിട്ട് മഹാന്മാരുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ ഉണ്ടല്ലോ, വീട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് കേൾക്കുന്ന പലതും പല മൂലകളും ഉണ്ട്. തെക്ക് പടിഞ്ഞാറ് മൂല, കിഴക്ക് പടിഞ്ഞാറ് മൂല, മറ്റേ മൂല, ആ മൂല, കന്നിമൂല, എന്ത് മൂലയാണെങ്കിലും അതൊക്കെ ഈ മിത്തോളജിയുമായി, ഹിന്ദു മിത്തോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവരുടെ പുരാണങ്ങളുടെ കഥകളുടെ അടിസ്ഥാനമാണ്. അവരുടെ വിശ്വാസപ്രകാരം ഈ വാസ്തുവിന്റെ പാദം പതിക്കുന്ന ഭാഗമാണ് കന്നിമൂല എന്നാണ്. കന്നിമൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെക്ക് പടിഞ്ഞാറ് മൂല. ആ മൂലയില് അവിടെ ആ കാല് പതിക്കുന്ന ഭാഗമായത് കൊണ്ട് അവിടെ ബാത്റൂം പാടില്ല, അവിടെ അത് പാടില്ല, ഇത് പാടില്ല. ഇനി വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് വീട്ടിലുണ്ടാകുന്ന എല്ലാ അവലക്ഷണങ്ങളും തുടങ്ങിയ വിശ്വാസം ഉണ്ടല്ലോ. അങ്ങനെയുള്ള വിശ്വാസങ്ങൾ മുഴുവൻ അനിസ്ലാമികമാണ്. അതൊക്കെ ശിർക്കുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ തന്നെ എന്താണ്, കുറെ കാലം എല്ലാരും ഇങ്ങനെ കേട്ടു, നമുക്കും തന്നെ ഒരു വീടുണ്ടാക്കുമ്പോ ഇനിയിപ്പോ ഒറ്റ വീടാണല്ലോ ഒരിക്കൽ ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ഇയാള് പറയുന്നു, ചില മുസ്ലിങ്ങളായ ആളുകൾ പോലും, ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പോലും ഇതിനെയൊക്കെ കൂട്ടുപിടിക്കുന്നതായിട്ട് കാണാൻ കഴിയും. നമ്മൾ അതിലേക്കൊന്നും പോകരുത്. മഹാന്മാരായ ആലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ നൈപുണ്യം നേടിയ ആളുകൾ ഖുർആനുമായി ബന്ധപ്പെട്ട്, ഹദീസുകളുമായി ബന്ധപ്പെട്ടിട്ട് വല്ലതും പറയുകയാണെങ്കിൽ അത് സ്വീകരിക്കുക. മറ്റൊന്നും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. ശിർക്കാണ്. നമ്മളിങ്ങനെ ചിന്തിക്കും, ഞാനൊക്കെ ഇപ്പൊ എവിടെയാ ശിർക്ക് ചെയ്യുന്നത്? ഇവന്റെ വീടുണ്ടാക്കുമ്പോ, അതിന് തറക്കല്ലിടുമ്പോ, ആ വീട് ഉദ്ഘാടനം ചെയ്യുമ്പോ 1-ാം നമ്പർ ശിർക്ക് ചെയ്തിട്ട് അവൻ നടക്കുന്നത്. ഗൗരവല്ലേത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. നമ്മളുടെ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രവർത്തനങ്ങളിലൊന്ന് ആ വീട്ടിൽ നിസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ്. ഉമ്മ നിസ്കരിക്കണം, വാപ്പ നിസ്കരിക്കണം, മക്കൾ നിസ്കരിക്കണം. ആ വീട് നിസ്കാരത്തിന്റെ ഇടമായി മാറണം, നിസ്കരിക്കുന്ന ഗേഹമായി മാറണം. മഹാനായ ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ എന്റെ വീട്ടിലേക്ക് വന്നു. ഞാനൊരു പുതിയ വീടെടുത്തപ്പോ റസൂലുള്ളാഹി എന്നോട് ചോദിച്ചു, ഇത്ബാനേ, എവിടെയാണ് ഞാൻ നിസ്കരിക്കേണ്ടത്? ഇത്ബാൻ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത്ബാൻ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തപ്പോ മഹാനായ ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ റസൂലുള്ളാഹി ഒരു സ്ഥലത്ത് നിസ്കരിച്ചു. പിന്നെ ആ സ്ഥലം ഞങ്ങളൊക്കെ നിസ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. നിങ്ങൾ ആലോചിക്കേണ്ട സംഗതിയാണ്. വീട്ടിൽ കയറിക്കൂടാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ ളുഹായുടെ സമയമാണ്, ഉച്ചയുടെ മുമ്പുള്ള സമയം. പ്രഭാതം ഏറ്റവും ഉത്തമമായതാണ്.
അതാ സുബ്ഹയുടെ സമയം എന്നുള്ളത് മാറ്റിയിട്ട് നമ്മളതാ പ്രഭാത സമയത്ത് ഒരു ദുഹാ നിസ്കരിച്ച് കയറുകയാണെങ്കിൽ അത് ഏറ്റവും ഉത്തമമായ ഒരു അവസ്ഥയായിരിക്കും. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും പറയാണ്, വീട്ടിൽ നിസ്കരിക്കാൻ ഒരിടം നൽകൽ വളരെ നല്ലതാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് നമുക്കറിയാമല്ലോ. വഔഹൈനാ ഇലാ മൂസാ വഅഖീഹി ഹാറൂൻ. മൂസ അലൈഹിസ്സലാമിലേക്കും ഹാറൂൻ അലൈഹിസ്സലാമിലേക്കും നാം ദിവ്യബോധനം നൽകി. മൂസാ നബിയും ഹാറൂൻ നബിയും നിങ്ങളുടെ ഈ മിസ്റിൽ നിങ്ങൾ വീടുകൾ ഉണ്ടാക്കണം. അവരോട് പറയാണ്, നിങ്ങൾ ഈജിപ്തിൽ വീടുകൾ ഉണ്ടാക്കണം. വജ്അലൂ ബുയൂതകും ഖിബ്ല. നിങ്ങൾ നിങ്ങളുടെ വീടുകൾ അല്ലാഹുവിലേക്ക് മുന്നിടാനുള്ള മാർഗമായിട്ട് നിങ്ങൾ സ്വീകരിക്കുകയും വേണം. നിസ്കരിക്കാത്ത വീടുകൾ ശപിക്കപ്പെട്ട വീടുകളാണ്. സുബഹിക്ക് എഴുന്നേൽക്കാത്ത വീടുകൾ അഭിശപ്തമായ വീടുകളാണ്. എന്റെ ഉപ്പമാരെ ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ എഴുന്നേറ്റാലും നിങ്ങൾ മറക്കരുതേ, 7 വയസ്സിന് മുകളിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി രാവിലെ എഴുന്നേൽപ്പിക്കണം. ആ വീടുകളിൽ നിസ്കാരങ്ങളുടെ, ആ വീടുകളിൽ പരിശുദ്ധ ഖുർആനിന്റെ പ്രഭ ഉണ്ടാകണം. അങ്ങനെയുള്ള വീടുകളിൽ മാത്രമാണ് അല്ലാഹു തമ്പുരാൻ സന്തോഷവും സമാധാനവും നൽകുന്നത്. നമ്മൾ ആ വീട്ടിലേക്ക് കടക്കുമ്പോൾ ബിസ്മി ചൊല്ലി കടന്നാൽ, ആ വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വീട്ടിലുള്ളവരോട് സലാം പറഞ്ഞ് പ്രവേശിച്ചാൽ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളുടെ വീടുകളിൽ അനുഗ്രഹം ചൊരിയുന്നതാണ്. നമ്മൾ ആരാ ശ്രദ്ധിക്കാറുള്ളത്? ഇന്നിപ്പോ വീട്ടിൽ നിന്നിറങ്ങിയപ്പോ, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലി എത്ര ആളുണ്ട് എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലിയിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങേണ്ടത്. അങ്ങനെ ഒരാൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ അല്ലാഹുവിന്റെ ഹിഫ്ള് അവനുണ്ടാകുന്നതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അദില്ല. അല്ലാഹുവേ, വഴിതെറ്റുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു. അല്ലാഹുവേ, മറ്റുള്ളവർ എന്നെ വഴിതെറ്റിക്കുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു. അങ്ങനെയൊക്കെയുള്ള ദിക്റുകൾ ചൊല്ലണം. വീട്ടിലേക്ക് കയറി പോകുമ്പോൾ സലാം പറയണം. വീട്ടിലുള്ളവരോടൊക്കെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമ്മൾ ഇടപെടണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെയുള്ള ആ വീട്ടിൽ അല്ലാഹു തമ്പുരാൻ നൽകിയ എത്ര കാലത്തെ ആയുസ്സാണോ നമുക്കുള്ളത്, ആ ആയുഷ്കാലം മുഴുവൻ നമ്മൾ ജീവിച്ചു തീർന്നാൽ നമുക്കൊരു വീട്ടിലേക്ക് മടങ്ങാനുണ്ടല്ലോ, കട്ടിലിൽ കയറി പോകാനുണ്ടല്ലോ. മഹാനായ മലക്കുൽ മൗത്ത് അസ്രായീൽ വരുമല്ലോ. ഈ പള്ളിക്കാട്ടിൽ കിടക്കുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ട ഓരോരുത്തരുടെ അടുക്കലേക്കും വന്നതുപോലെ നമ്മുടെ അടുക്കലേക്കും വരുമല്ലോ. ആ സമയത്ത് സന്തോഷത്തിന്റെ ഇടമായി മാറണമെങ്കിൽ, റഹ്മത്തിന്റെ മലക്കുകൾ വരണമെങ്കിൽ നമ്മളുടെ വീട്ടിൽ നിന്ന് എല്ലാ അരുതായ്മകളെയും നമ്മൾ അകറ്റണം. നമ്മളുടെ വീട് സംഗീത സാന്ദ്രമാവല്ലേ, നമ്മളുടെ വീട് സിനിമ കാണപ്പെടുന്ന വീടാവല്ലേ, നമ്മളുടെ വീട് ഹറാമ് പറയപ്പെടുന്ന വീടാകല്ലേ. അങ്ങനെയുള്ള വീടായാൽ റഹ്മത്തിന്റെ മലക്കുകൾ വരികയില്ല. നമുക്ക് ഖബറിലേക്ക് പോകുമ്പോ നമ്മുടെ മുമ്പിലും നമ്മുടെ പിന്നിലും അല്ലാഹുവിന്റെ മലക്കുകൾ വേണം. അല്ലാഹു നമ്മെ ഖബറിൽ കൊണ്ടുപോയാൽ ആ ഖബർ സന്തോഷത്തിന്റെ സ്വർഗത്തിന്റെ ഇടമാക്കി മാറ്റാൻ നമുക്ക് സാധ്യമാകണം. അതിന് നമ്മൾ എന്ത് വേണം? നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണം, നമ്മുടെ വീടുകളിൽ